ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് ഒരു ചിക്കൻ കറിയാണ്. നമ്മുടെ ഋതുക്കുട്ടിയാണ് പാചകത്തിന് മുമ്പേ നിൽക്കുന്നതല്ലോ. അരിയാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് ഋതുക്കുട്ടി റെഡിയായിരിക്കുകയാണ്. അമ്മൂമ്മ ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞ് കണ്ടോ എല്ലാവരും. അങ്ങനെ ചിക്കൻ കഴുകിയൊക്കെ വൃത്തിയാക്കി ചിക്കന് വേണ്ടുന്ന ഉള്ളിയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ അമ്മൂമ്മ ഇരുന്ന് അരിയുക. അമ്മൂമ്മ കൂടുതലും എടുക്കുന്നത് കൊച്ചുള്ളിയാണ്. എപ്പോഴും കൊച്ചുള്ളിയാണ് കറികൾക്ക് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് തുടങ്ങിയാലോ. അടുപ്പത്തേക്ക് ഉരുളി എടുത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഒരു സ്പൂൺ കടുക് ഇടുകയാണ്. കടുകിട്ട് ആ ചൂടെണ്ണയിൽ ഇങ്ങനെ പൊട്ടുന്നു. ആ ചൂടെണ്ണയിൽ കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് നല്ല രസമാണ്. ഇനി അടുത്തതായിട്ട് കറിവേപ്പില ഇടുക. ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അവിടെ അരിഞ്ഞത് ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ചൂടെണ്ണയിലിട്ട് നല്ലപോലെ എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു ബ്രൗണിഷ് കളർ വരുന്നതന്നെ നല്ലപോലെ വഴറ്റിയെടുക്കുക. കണ്ടോ, ചെറിയൊരു ബ്രൗണിഷ് കളർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരും. അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി ഉള്ളിക്കകത്ത് നല്ലപോലെ മസാല പിടിപ്പിക്കണം. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുത്തു അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കനുകൾ പറക്കിയിടുകയാണ്. ഇനി ഈ ചിക്കനും മസാലയും കൂടി നല്ലപോലെ ഇളക്കിയെടുക്കുക. നമ്മൾ ഈ കോഴിക്കറിക്കകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കനകത്ത് വെള്ളം ഉണ്ടായതുകൊണ്ട് അത് നല്ലപോലെ ഇറങ്ങും. അങ്ങനെ മൊത്തത്തിൽ അത് മിക്സാക്കി കൊടുക്കും. നമ്മൾ തക്കാളിക്ക് പകരം നമ്മളിവിടെ ചേർക്കുന്നത് തക്കാളി സോസാണ്. ഒരു വെറൈറ്റിക്ക് വേണ്ടി തക്കാളി സോസ് കൂടെ ചേർത്ത് അതുകൂടെ ചിക്കനിൽ പിടിപ്പിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നല്ലപോലെ മിക്സാക്കി കോഴിക്കാലുകളൊക്കെ എന്നെ ഇരുന്ന് കണ്ണ് കാണിക്കുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ രണ്ടാം പാൽ ഒഴിക്കുകയാണ്. ഇനി ഈ തേങ്ങാപ്പാൽ കിടന്നങ്ങോട്ട് നല്ലപോലെ തിളച്ചങ്ങോട്ട് സെറ്റാവും ചിക്കൻ. നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ കുറുകി തിളച്ച് നല്ല ചൂടാവിയിൽ ഇങ്ങനെ പറക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ചില്ല, രണ്ടാം പാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുമായിട്ട് ചേർത്തത്. തിളക്കി നമ്മുടെ ചിക്കൻ കറിക്ക് വേറൊരു കളർ വന്നത് കണ്ടില്ലേ, നല്ലപോലെ വറ്റി. അടുക്കി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ട ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയമായി. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേരം തിളപ്പിക്കരുത്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചൂടാവുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി അടുപ്പിൽ നിന്ന് വാങ്ങുക.
തേങ്ങാപ്പാൽ ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.